നാട്ടിലെത്തിയ പിന്നെ സമ്പൽ സമൃദ്ധിയുടെ കഥകൾ പറയേണ്ട ഞാൻ ഇന്ന് കണി കണ്ടെണീറ്റത് കലക്കിപ്പാർന്നപ്പത്തെയാണ്. മാതാവ് തിരക്കിലായ കാരണം ഇന്ന് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമത്രേ. സ്വന്തം കൂട്ടുകാരുടെ കല്യാണം സ്വന്തം പോലെ കണ്ട് അവരെക്കാളും കൂടുതൽ പ്രപ്പ് ചെയ്യണ ഒരാളാണ് ഞാൻ. അപ്പൊ ഇന്ന് അന്തമാതിരി കൊഞ്ച് സാധനങ്ങൾ ചെയ്യാനുണ്ട്. ലവ്ലി പീപ്പിളെ, വെൽക്കം ടു മൈ വ്ലോഗ്. ആദ്യം തന്നെ അക്ഷയെ പോയി ആധാറിന്റെ കുറച്ച് സംഭവങ്ങൾ ശരിയാക്കി. ബിക്കോസ് ഇന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്തു എന്ന് തോന്നണമല്ലോ. ടൗണിലൊരു കടയിൽ തലയൊന്ന് കഴുകാനായിട്ട് പോകും, അല്ലാതെ ബ്രൂട്ടിഷ് ഞാൻ ചെയ്യാറില്ല. ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. എന്നോട് ഒന്ന് കുളിച്ചൂടെന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തം വീട്ടിലെ വെള്ളം നമ്മൾ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ സ്ഥിരം കഴുകാൻ കൊടുക്കണ കടയിൽ കൊണ്ടുപോയി തലയൊന്ന് കഴുകാന്ന് വിചാരിച്ചത്. മുട്ട മൈതാനം പോലെയുള്ള എന്റെ തലയില് ബാക്കി നിൽക്കുന്ന കുറച്ച് കോഴിപ്പൂടേനെങ്കിലും വെറുതെ വിടാതെ പരീക്ഷിച്ചോണ്ടിരുന്ന ഇനി തലമേല് പത്തിരി ചൂടാന്നാണ് എല്ലാരും പറയണത്. പിന്നെ നമ്മൾ എല്ലാത്തിനും എംബ്രേസ് ചെയ്യും. നമ്മുടെ ചിഹ്നം മൊട്ടാച്ചി. ഹെയർ ടിപ്സിൽ ഓൾറെഡി കുറച്ച് ബ്ലീച്ച് ഉണ്ടായതുകൊണ്ട് മുകളിലേക്ക് കുറച്ച് ആംബറും താഴേക്ക് കുറച്ച് റെഡിഷ് ഷെയ്ഡുമാണ് വന്നത്. പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്ത് വീട്ടിൽ പോയാൽ ഒരു തെറിവിളിയുണ്ട്. ഉമ്മാരെ നാക്കിന് 1000 വാളിന്റെ മൂർച്ചയാണ്. വന്ന അപ്പൊ തന്നെ കയ്യിൽ ഓരോന്നങ്ങ് തേച്ച് വെക്കുവോള്. പിന്നെ ചോറ് വാരി തിന്നാനും പറ്റൂല. എന്ത് പറഞ്ഞാലും അവിൽ മിൽക്ക് തിന്നാൻ പറ്റുണ്ടല്ലോ, വലിയ ഭാഗ്യം. സത്യസന്ധതയോടെ സത്യസന്ധയോടെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. ഇത് സ്റ്റൈലാണ്, ഫ്രഞ്ച് മാനിക്യൂർ. കാണാൻ ഭംഗിയുണ്ട്. പിന്നെ എങ്ങനെ രസം ഉണ്ടാവാ? വേറെ കളറായിരിക്കണം. ചോപ്പോ? എന്റെ പപ്പാന്റെ അഭിപ്രായത്തിൽ നഖത്തിന്റെ പോലെ തന്നെ പെയിന്റ് അടിക്കാൻ എന്തിനാണ് ഇത്ര പൈസ കൊടുത്തത്? പൈസ മുതലാവണമെങ്കിൽ കുറച്ച് ചോപ്പ് കളറൊക്കെ ഇടണം എന്നാണ് മൂപ്പരുടെ വാദം. ഇതെന്താ പറയാ? ഞാൻ പറഞ്ഞ പോലെ തന്നെ നെയ്ത് ചെയ്ത് സ്വന്തം ചോറ് വാരി തിന്നാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഇച്ചിരി ചോറ് വാരി തരുമോന്ന് ചോദിച്ചപ്പോ എന്റെ ഉമ്മ എന്നെ പുച്ഛിച്ചു തള്ളി. ഒരു തുള്ളി ചോറല്ലേ എനിക്കിന്നു വേണ്ടു, ഒരു കുഞ്ഞി മീനല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ കൂടുതൽ പാടാണ്ടിരിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു എന്റെ ഉമ്മ അടിയറവ് പറഞ്ഞു. ആ വലിയ കൊട്ടാര വീട്ടിൽ ഞാൻ തനിച്ചായിരുന്നു. കുട്ടിയായിട്ട് സൈക്കോളജിക്കൽ